നിക്കണേ ഇവിടെ. ആരോട് ചോദിച്ചിട്ടാ നീ ഈ വീട്ടിൽ കയറിയേ? ഞങ്ങളുടെ മോളെ കൊല്ലാക്കൊല്ല ചെയ്യിച്ച് ആത്മഹത്യയുടെ വക്കിലെത്തിച്ചിട്ട് അന്വേഷിച്ചു വന്നിരിക്കുകയാണോ? ഇറങ്ങടി പുറത്ത്. എന്റെ മോളെയും കൊണ്ടേ ഞാൻ പോവും. മോളെയും കൊണ്ടല്ല, നീ കൊണ്ടിട്ടേ പോവും. അമ്മയുടെ ആവശ്യമില്ലാതെ സംസാരിക്കരുത്. ഇറങ്ങടാ പുറത്ത്. ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഞങ്ങളോട് ആജ്ഞാപിക്കുന്നു നീ. മമ്മി, ഞാൻ സംസാരിക്കാം അവരോട്. മഹേഷ്, പോലീസിനെ വിളിക്ക്. എന്നിട്ടൊരു പരാതി കൊടുക്കാം. പറയേണ്ടതൊക്കെ അവര് പറഞ്ഞോളും. വേണ്ട പപ്പ. എന്റെ മോൾ ഇവിടെ ഇരുന്ന് കരഞ്ഞ കരച്ചില് ജീവിതകാലത്ത് ഒരിക്കലും ഞങ്ങളുടെ കണ്ണീന്ന് മായില്ല. എന്തൊക്കെയോ സ്വപ്നം കണ്ട ഈ പാവ ആ നരകക്കുഴിയിലോട്ട് വന്നത്. ഞങ്ങളുടെ മോൾക്ക് എല്ലാവരെയും സ്നേഹിക്കാനേ അറിയൂ. അങ്ങനെ സ്നേഹിച്ചതുകൊണ്ടാ അവൾക്ക് ഇന്നീ ഗതികേട് വന്നത്. എന്തായാലും അവളെല്ലാം തിരിച്ചറിഞ്ഞു, ഞങ്ങളുടെ അടുത്ത് തിരിച്ചെത്തി. ഇനി അപ്പുവിന് ആ ചേരിയുമായിട്ട് ഒരു ബന്ധവും ഇല്ല. നിയമപരമായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ ആലോചിച്ച് ചെയ്തോളാം. അമ്മേ മോനും വന്ന വഴിക്ക് പൊയ്ക്കോ. ഞങ്ങള് പോവാം. പക്ഷെ ഞങ്ങള് പോകുന്നത് അപ്പം മോളെയും കൂട്ടിക്കൊണ്ടായിരിക്കും. നീ ഒന്നും സംസാരിക്കണ്ട, ഇറങ്ങി പോടി. എടാ മോനെ, അടിച്ചിറക്കി നിങ്ങളെ. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അമ്മേ, ഞാൻ സംസാരിക്കാം. സുധാമണി, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന് അറിയില്ല. പക്ഷേ അതെന്തായാലും ന്യായം എന്റെ മകളുടെ ഭാഗത്തായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം സ്നേഹവും നന്മയും മാത്രം മനസ്സുള്ള ഒരു കുട്ടിയാണ് ഞങ്ങളുടെ അപ്പു. എന്താ ഇത്? ഇങ്ങനെ ഒന്നും അല്ല പറയണ്ടത്. അമ്മേ, ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞില്ലേ? ഞങ്ങളുടെ മുന്നിൽ എന്നും അപ്പു ചിരിച്ചേ കണ്ടിട്ടുള്ളൂ. അവൾ ഞങ്ങളുടെ മുന്നിൽ നിന്ന് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവളുടെ മനസ്സിന് തക്കതായി മുറിവേറ്റിട്ടുണ്ടെന്നാണ്. എന്തായാലും കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരുന്നതുവരെ ഇവളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് അയക്കില്ല. അയ്യോ സാറേ, അങ്ങനെ പറയല്ലേ. ഞാൻ എന്നും സുധാമണിയും ബാലുവിനും ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് തരേണ്ട മര്യാദയും ബഹുമാനമൊക്കെ തന്നിട്ടുമുണ്ട്. കൃഷ്ണമൂർത്തിയുടെ കാര്യത്തിൽ ഞാൻ അന്നേ പതറിയതാ. ഇപ്പോൾ ഇതാ ഒക്കെ പൂർത്തിയായി. സുധാമണി പോയിക്കോളൂ. സാറേ, അപർണേച്ചിയോട് ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ. അപ്പൂന് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞില്ലേ? നിന്റെ മോൻ യാമിനെ ഫോണിൽ വിളിച്ച് തെറി പറഞ്ഞതൊക്കെ നീ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അമ്മേ ഞങ്ങൾ ഓങ്ങി വെച്ചതാ. ഓടിച്ചിറക്കണ്ടായെങ്കി ഇറങ്ങി പൊക്കോ അവിടുന്ന്. മോളെ, അമ്മയ്ക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്നിട്ട് ഞങ്ങൾ പൊയ്ക്കോളാം. ഞങ്ങളെ ഇങ്ങനെ ആട്ടിപ്പുറത്താക്കാൻ മാത്രം അമ്മ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് ഇവരോട് പറ മോളെ. അമ്മ, മോളെ, 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 എന്തിനാ നീ പാതിരാത്രിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോന്നെ? അയ്യോ എല്ലാ കുട്ടി, ഒന്നും അറിയില്ല എന്തിനാ വന്നതെന്ന്. അമ്മ, ഞാൻ എഴുതിയ കത്ത് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. ഞാൻ കുറച്ചു ദിവസം ഇനി ഇവിടെയാണെന്ന് എഴുതിയിരുന്നു. അതിനൊരു മാറ്റം വരുത്താൻ താല്പര്യമില്ലമ്മേ. എനിക്കങ്ങനെ വിഷമൊന്നുമില്ല. അമ്മ ഇങ്ങനെ വന്ന് അപേക്ഷിക്കുന്നത് എനിക്ക് സങ്കടാവും അമ്മേ. അമ്മ വയ്ക്കോ. സാഗറെ, അമ്മയും കൂട്ടിക്കൊണ്ട് പോ.
അല്ലെങ്കിൽ അമ്മയും സാഗറും ഇന്നിവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെ പോവാം. ഹ, ഇവിടെ സ്റ്റേ ചെയ്യാനോ? ആര്? ഈ അരിവെപ്പുകാരിയോ? അച്ഛമ്മേ, അപ്പോ പാത്രം അറിഞ്ഞേ ഭിക്ഷ നൽകാവൂ. അപർണേച്ചി, ക്ഷമയ്ക്കൊരു അതിരുണ്ട്. സാഗർ, നീ മിണ്ടിപ്പോകരുത്. നമ്മൾ ഇതൊക്കെ കേൾക്കാൻ വിധിക്കപ്പെട്ടവരാ. അച്ഛമ്മേ, എന്റെ മുൻപിൽ വെച്ച് അമ്മ ഇൻസൾട്ട് ചെയ്യുന്നത് എന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമാ. അമ്മ, ഞാൻ അമ്മയോട് അപേക്ഷിക്ക, എന്നെ നിർബന്ധിക്കരുത്. എത്ര നിർബന്ധിച്ചാലും ഞാനിപ്പോ ഈ തീരുമാനം മാറ്റില്ല. അപർണേച്ചി, സാഗർ, വേണ്ട. മോൾ ഉറപ്പിച്ച് തീരുമാനിച്ചതാ. ആ തീരുമാനം നമുക്ക് അംഗീകരിച്ചേ മതിയാവും. മോൾ എന്തായാലും അവളെടുത്ത തീരുമാനത്തിൽ നിന്ന് മാറില്ല. അമ്മേ, അപ്പോ മോളെ, എന്താ മോളെ? സാഗർ, ഞാൻ അമ്മയോട് മാത്രമായിട്ടൊന്ന് സംസാരിക്കട്ടെ. ആ ചേച്ചി. എന്താ മോളെ? ഒരു പ്രധാനപ്പെട്ട കാര്യം അമ്മയെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാനാ അമ്മയെ വിളിച്ചത്. എന്താ മോളെ? അമ്മ, ബാലു എന്നെ തല്ലിയതോ ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ എനിക്കൊരു പേടിയോ വിഷമോ അല്ല. പേടി എന്താണെന്നറിയോ? എന്താ? അമ്മയുടെ കാര്യം ഓർത്ത. അമ്മ, കൃഷ്ണമൂർത്തി അമ്മയുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കും. അമ്മയുടെ ജീവിതം മാത്രമല്ല, ബാലു ഉൾപ്പെടെയുള്ള മക്കളുടെ ജീവിതവും അയാളെ കുളം തോണ്ടും. മുമ്പ് ഞാൻ അച്ഛനെന്നാ അയാളെ വിളിച്ചിരുന്നേ. ഇനി ഞാൻ ആ ദുഷ്ടനെ അങ്ങനെ വിളിക്കില്ല. അന്ന് അയാള് പറഞ്ഞില്ലേ ഗണേശൻ അയാൾക്കൊപ്പമായിരുന്നു എന്ന്. അതിന്റെ പുറകിലും എന്തോ കള്ളമുണ്ടെന്ന് ഗണേശൻ തന്നെ അമ്മയോട് ഒരിക്കൽ പറയും. ഉറപ്പാ അമ്മ. അമ്മ സൂക്ഷിക്കണം, അയാളെ ശ്രദ്ധിക്കണം. ബാലുവിനെയും മീനാക്ഷി സാഗറിനെയും അയാൾ വലയിലാക്കി കഴിഞ്ഞു. അമ്മയുടെ മനസ്സും അയാളെ അനുകൂലിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അമ്മ. അമ്മ, സൂക്ഷിക്കണം. എനിക്കത് മാത്രമേ പറയാനുള്ളൂ. എന്റെ കാര്യം ഓർത്ത് അമ്മ വിഷമിക്കരുത്. താൽക്കാലിക മാറ്റമായിട്ട് മാത്രം ഇതിനെ കണ്ടാ മതി അമ്മ. അമ്മയ്ക്കൊരാവശ്യം വന്നാ അടുത്ത നിമിഷം ഞാൻ ഓടിയെത്തും. എന്നാലും അപർണേച്ചി നമ്മളോട് ഒട്ടും സ്നേഹമില്ലാത്ത പോലെയാ ചെയ്തത്. പാവം തന്നെയാ. എന്നാലും ആരോടും പറയാതെ പോകാൻ പാടില്ലായിരുന്നു.
സുധേ, അമ്മേ അമ്മേ അല്ല അമ്മേ അപർണ അവിടെ അവള് വരില്ല. നിങ്ങള് നിർബന്ധിച്ച് വിളിച്ചില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു, നിനക്ക് ഓർമ്മയുണ്ടോ? കണ്ണുള്ളപ്പോ അതിന്റെ വില അറിയില്ലാന്ന്. അപർണയുടെ വില നിനക്ക് മനസ്സിലാവും. അമ്മ എന്തിനാ ബാലുവേട്ടനെ വഴക്ക് പറയുന്നേ? അപർണയിച്ചിട്ട് ഭാഗത്ത് നല്ല തെറ്റുണ്ട്. അച്ഛൻ വ്യക്തമായിട്ട് കേട്ടതല്ലേ ചേച്ചിയുടെ MD ആയിട്ട് സംസാരിക്കുന്നത്. നീ കേട്ടോ? നീ കേട്ടെങ്കിൽ പറയടി. എന്റെ അച്ഛൻ പറഞ്ഞാ പോരെ? അച്ഛൻ എന്തിനു ചുമ്മാ കള്ളം പറയുന്നേ? ഏട്ടാ, കുറച്ചു ദിവസത്തേക്ക് ചേച്ചി അവിടെ തന്നെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കുക. ഇനിയിപ്പോ തൽക്കാലം വിഷമിച്ചിട്ട് കാര്യമില്ല. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമവുമില്ല. അമ്മ കൃഷ്ണമൂർത്തി അമ്മയുടെ ജീവിതം തകർത്ത് തരിപ്പണമാക്കും. അമ്മയുടെ ജീവിതം മാത്രമല്ല, ബാലു ഉൾപ്പെടെയുള്ള മക്കളുടെ ജീവിതവും അയാള് കുളം തോണ്ടും. അന്നയാള് പറഞ്ഞില്ലേ ഗണേശൻ അയാൾക്കൊപ്പമായിരുന്നു എന്ന്. അതിന്റെ പുറകിലും എന്തോ കള്ളമുണ്ടെന്ന് ഗണേശൻ തന്നെ അമ്മയോട് ഒരിക്കൽ പറയും. ഉറപ്പാ അമ്മ. സുധേ, എന്താ പേടിച്ചു പോയോ? ഏയ് ഇല്ല. നമ്മുടെ കുട്ടികൾ അകന്നുപോയി, ശരി തന്നെ. ഏതൊരച്ഛനും അമ്മയ്ക്കും സങ്കടം ഉണ്ടാവുന്ന കാര്യവുമാ. പക്ഷെ സുധേ, അപർണയെ പോലൊരു പെൺകുട്ടി മരുമകളായി വരാതിരിക്കുന്നതാണ്. ഏയ് അല്ല. എന്ന് വെച്ചാ അപർണയ്ക്ക് കുറ്റമൊന്നും ഇല്ലെന്നോ? പിരിഞ്ഞതിന്റെ ഉത്തരവാദിത്വം മുഴുവൻ നമ്മുടെ മോനാണെന്നോ? അപർണയെ കുറിച്ച് തെറ്റായിട്ട് ആരെന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കൂല. അതുപോലൊരു മോളെ കിട്ടിയത് എന്റെ ഭാഗ്യമാ. എനിക്ക് വന്ന ഭാഗ്യം കൈവിട്ടുപോയി. അവൾ നിന്നെ സ്വാധീനിച്ചല്ലേ? സ്വാധീനിച്ചെന്നോ? അതെന്താ അങ്ങനെ പറയുന്നേ? എനിക്കറിയാവുന്ന എന്റെ മകൾ എന്നെ സ്വാധീനിക്കുന്നത് എന്തിനാ? എന്നെ സ്വാധീനിച്ചിട്ട് ആ കുട്ടിക്ക് എന്ത് നേട്ടം പ്രത്യേകിച്ചുണ്ടാവുന്നത്? ബാലുവിന്റെ തെറ്റിദ്ധാരണയാ. ബാലുവിന്റെ തെറ്റിദ്ധാരണയോ? അവൾ കിരണിനെ ഫോൺ ചെയ്യുന്നത് എത്രയോ തവണ ഞാൻ കേട്ടിരിക്കുന്നു. അതെ, ബാലുവിന്റെ തെറ്റിദ്ധാരണയായിരുന്നു അവൾ നല്ലവളാണെന്ന്. ഇപ്പോൾ നമ്മുടെ മോൻ കാര്യങ്ങൾ ശരിയായി ധരിച്ചു കഴിഞ്ഞു. എന്താ നീയൊന്നും പറയാത്തത്? എനിക്കൊന്നും പറയാനില്ല. നെഞ്ചു പൊട്ടി നിൽക്ക. എനിക്കൊന്ന് കിടക്കണം. അപർണ എന്നെ കുറിച്ച് എന്തൊക്കെയാ പറഞ്ഞത്? ഇതൊക്കെ ആരാ പറഞ്ഞേ? ഓ, സാഗരായിരിക്കും. മോൾ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതെന്താണെന്ന് എനിക്കും അറിയാം, മോൾക്കും അറിയാം. ശരി, എന്നോട് പറയാൻ ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട. സുധേ, ഞാൻ എന്നും നിന്നെ മനസ്സിലാക്കിയിട്ടേ ഉള്ളൂ. ഞാനത്ര പരിശുദ്ധനൊന്നുമല്ല, കുറെ തെറ്റുകൾ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഇപ്പോൾ എന്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ.
ഹലോ ഡോക്ടർ. ഹലോ മൂർത്തി, കാര്യങ്ങൾ എന്തായി? ഉടനെ ഒരു തീരുമാനം ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു. കാര്യങ്ങൾക്കൊക്കെ വ്യക്തമായ ഒരു തീരുമാനമായി ഡോക്ടർ. പരമാവധി ഒരാഴ്ചക്കുള്ളിൽ ഞാൻ അഡ്മിറ്റ് ആവും. ഓക്കെ, ഗുഡ്. ആ ഡോണർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എമർജൻസി അഡ്മിഷൻ ആയിരിക്കും. സർജറി ഏത് സമയത്താണെങ്കിലും നടത്താൻ ഡോക്ടർ തയ്യാറായിരിക്കണം. ചോദിക്കുന്ന കാശ് കൃത്യമായി തരുന്ന ആളാണ് മൂർത്തി. എന്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹകരണവും ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. സാഗറിന്റെ ഇളയമകന്റെ ബ്ലഡ് സാമ്പിൾ നേരത്തെ എടുക്കേണ്ടതുണ്ടോ? ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. അച്ഛൻ ആരോടാ എന്റെ പേരൊക്കെ പറയുന്ന കേട്ടു? അത് അച്ഛന്റെ വേണ്ടപ്പെട്ട ഒരാളാ. മോനെ കുറിച്ച് ചോദിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു എന്റെ ജീവന്റെ ജീവനാ സാഗർ മോനെന്ന്. ബ്ലഡ് സാമ്പിൾ എന്നൊക്കെ പറഞ്ഞു. അത് എന്റെ അസുഖത്തിന്റെ കാര്യം പറയുകയായിരുന്നു. ആണോ? അച്ഛൻ എന്താ പുറത്തേക്കുന്നേ? അകത്തേക്ക് വാ അച്ഛാ. അച്ഛൻ വന്ന് കിടക്ക്. തണുപ്പ് കൊണ്ട് അസുഖം കൂടണ്ട. അല്ല മോനെ, ബാലുവിന്റെ അപർണയുടെയും കാര്യം ഇങ്ങനെ പെട്ടെന്നൊരു വേർവരിയിലുണ്ടാകുമെന്ന് കരുതിയില്ല. മനസ്സിനെന്തോ ഒരു ഭാരം. ആ, അച്ഛൻ അതൊന്നും ആലോചിക്കണ്ട. അച്ഛൻ വിഷമിക്കാതെ വന്നേ. വാ, അകത്തേക്ക് പോവാം. വാ വാ അച്ഛാ. മോളെ, മോളെ, അവിടെ അല്ല, മോളിപ്പോ ഈ വീട്ടിലാ. മോളെ, ചായ. മോളെ, എന്താ ചേച്ചി? എന്തിനാ മോളെ പിണങ്ങി വന്നത്? ഒന്നുമില്ല ചേച്ചി. അറിഞ്ഞിടത്തോളം മോളുടെ ഭർത്താവ് ബാലുസാറ് പാവാ. പിന്നെന്താ മോളെ? അമ്മയും അച്ഛനും ഒക്കെ കുറച്ചു നാളത്തേക്കേ ഉണ്ടാവും. അവർക്ക് അവരുടെ കാര്യങ്ങളുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവും ഭർത്താവിന് ഭാര്യയും. അതാ മോളെ ശാശ്വതമായിട്ടുള്ളത്. എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ പിണക്കം മാറ്റി എത്രയും പെട്ടെന്ന് ഒന്നിക്കണം. ഇവിടെ എന്താടി? എടി